കൊല്ലം തഴുത്തല പേരയത്ത് ദുരിതക്കയത്തിൽ ഒരു കുടുംബം സ്വന്തമായി ഒരു വീടുണ്ടായിരുന്നിട്ടും അതിൽ സമാധാനത്തോടെ കഴിയാനാകാത്ത അവസ്ഥ. സമീപത്തെ സ്ഥലമുടമ സുരക്ഷിതമല്ലാത്ത രീതിയിൽ മണ്ണെടുത്തത് കാരണം വിജയമ്മയുടെയും കുടുംബത്തിന്റെയും ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. പേരയം സ്വദേശി വിജയമ്മ, മകൻ, മരുമകൾ, 14 വയസ്സുള്ള കുട്ടി, ഇത്രയും പേരാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നത്. എന്നാൽ ഒരു മാസത്തിലേറെയായി ഇവർ അഭയം പ്രാപിക്കുന്നത് ഒരു ടാർപോയ്ക്ക് കീഴിൽ. അതിന് കാരണം ഈ വീടിന്റെ അവസ്ഥ തന്നെയാണ്. സമീപത്തെ സ്ഥലമുടമ കാലങ്ങളായി സുരക്ഷിതമല്ലാത്ത രീതിയിൽ മണ്ണെടുത്തപ്പോൾ ഒരു ഭാഗമൊന്നാകെ വലിയ താഴ്ചയിലേക്ക് പോയി. കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് ശുചിമുറിയാകെ തകർന്ന് കുഴിയിലേക്ക് പോയത്. ഏത് നിമിഷവും താഴെ പതിക്കുമെന്ന അവസ്ഥയിലാണ് വീടുള്ളത്. അപകട ഭീഷണി ഉള്ളതിനാൽ വീടിനുള്ളിലേക്ക് തന്നെ കയറാൻ ഭയമാണ്. ഇത് ചൂണ്ടിക്കാട്ടി കളക്ടർക്കടക്കം നിരവധി ഇടങ്ങളിൽ വിജയമ്മ പരാതി നൽകി. വില്ലേജ് ഉദ്യോഗസ്ഥരടക്കം വന്നു നോക്കിപ്പോയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഒരുപാട് ആൾക്കാർ വന്ന് എല്ലാവരും പറഞ്ഞു ഇതിനകത്ത് കിടക്കണമെന്നും പറഞ്ഞ് സാധനങ്ങളൊക്കെ അത്യാവശ്യ സാധനങ്ങളും പെരുക്കൊണ്ട് നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് തൊട്ട് ഇവിടെ കിടക്കുക. ഇതുവരെ അതിനൊരു തീരുമാനമുണ്ട്. എല്ലായിടവും കൊടുത്ത് കളക്ടർക്ക്, MLA കൊടുത്ത്, കളക്ടർക്ക് കൊടുത്ത്, ഇത് ഇവിടെ മനുഷ്യാവകാശ കമ്മീഷണർ വന്ന് എല്ലാവരും വന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. വില്ലേജ് ഓഫീസർ വന്ന് ഒരു തീരുമാനം ഉണ്ടായില്ല. ഇടിയുന്ന ഭാഗം സുരക്ഷിതമായി കല്ലിട്ട് കെട്ടാൻ സമീപത്തെ സ്ഥലമുടമ തയ്യാറായിട്ടില്ല. വർഷങ്ങളായി JCB ഉൾപ്പെടെ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തിരിക്കുകയാണ്. താഴേക്ക് നോക്കിയാൽ വീടിന്റെ അടിഭാഗത്തെ മണ്ണും കാർന്നെടുത്തിരിക്കുന്നു. സംഭവത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉടൻ നടപടി ഉണ്ടാകണമെന്നും കുടുംബത്തെ സംരക്ഷിക്കണമെന്നും വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു. ഈ വീട് കൊണ്ട് അവർക്ക് യാതൊരു ഫലവുമില്ല. പക്ഷേ യാതൊരു ഫലം ഉണ്ടാവണമെങ്കിൽ അടി തൊട്ടേ കെട്ടി മേലോട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ ഇവർക്ക് ഇത് സേഫ്റ്റിയാണ്. പക്ഷേ അല്ലാത്ത പക്ഷേ ഇവരിവിടെ താമസിക്കല്ലോ എന്ന് കളക്ടറും വില്ലേജ് ഓഫീസറും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവരിപ്പോൾ അകത്തോട്ട് കയറുന്നില്ല. മുട്ടാത്ത വാതിലുകളില്ലെന്ന് തന്നെ പറഞ്ഞാൽ മതി. കളക്ടറുടെ അടുത്തായാലും വില്ലേജ് ഓഫീസിലായാലും പഞ്ചായത്തിലായാലും ഈ ഉടമസ്ഥൻ്റെ അടുത്തായാലും എല്ലാം പോയി അവർ തളർന്നിരിക്കുക. ഇതിനൊരു പോംവഴിയില്ലെങ്കിൽ എന്താണ് അതിൻ്റെ അടുത്ത മാർഗമെന്ന് പറയാൻ വയ്യ. ഒന്നുകിൽ താഴ്ചയുള്ള ഭാഗം സുരക്ഷിതമായി കല്ലിട്ട് കെട്ടി ഉയർത്തണമെന്നും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തങ്ങൾക്ക് താമസിക്കുവാനുള്ള വീടും സ്ഥലവും നൽകണമെന്നതുമാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ജനം, കൊല്ലം.